തിരുവനന്തപുരം കരമനയിൽ അതിശക്തമായ കാറ്റിൽ 3 വീടുകളുടെ മേൽക്കൂര തകർന്നു. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. അഖിൽ, വസന്തം, രതി എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് കാറ്റിൽ തകർന്നത്. മേൽക്കൂരയിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റും കമ്പികളും ദൂരേക്ക് തെറിച്ചു വീണു. ഇതാദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള കാറ്റ് ഈ പ്രദേശത്ത് വീശുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചെറിയ കാറ്റും മഴയായിട്ടുള്ളതുകൊണ്ട് സാരമാക്കിയില്ല. ഷീറ്റ് ഇളകുന്ന സൗണ്ട് കേട്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് കാര്യമാക്കിയില്ല. വീണ്ടും ഒരു 10 സെക്കൻഡിനകത്ത് അടുത്ത് ഷീറ്റ് മൊത്തത്തിൽ പറന്നു പോയി. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം. പേടിച്ച് നന്ന ഇപ്പം ഈ കാണിക്ക് തരുന്നു. അപ്പോഴില്ലായിരുന്നു, നിലവിളിയായിരുന്നു. ഇറങ്ങി വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഷീറ്റും അതേപോലെ എൻ്റെത് പോയതിൻ്റെ ഡബിൾ സ്പീഡിലാണ് അത് പോയത്. അത് കണ്ടപ്പോഴും പിന്നെ അകത്ത് കയറി വീണ്ടും തിരിച്ച് കയറിയിട്ട് വീണ്ടും നോക്കിയപ്പോഴത്തേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇത് അടുത്ത മാമൻ്റെ വീട്ടിലെ ഷീറ്റാണ്. അത് ഇമാതിരി നീക്കിയല്ല കിടന്നത്. എൻ്റെ വാതിൽക്കലാണ് വീണ് കിടന്നത്. എല്ലാവരോടും തള്ളി നീക്കി വെച്ചേക്കും. അങ്ങനെ കിടന്നു. ലൈന് പൊട്ടി ഷീറ്റും കൂടെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണം. ഫസ്റ്റ് ചേട്ടനെ വിളിച്ചായിരുന്നു. ചേട്ടൻ വന്ന് ലൈന് KSB വിളിച്ച് ലൈന് കട്ട് ചെയ്ത് അതിനുശേഷം പുറത്തിറങ്ങി. കൂരയല്ല, അവൾ അകത്തായിപ്പോയി. ഉമ്മ വീട് പറന്നു പോയമ്മ, ഞാൻ അകത്തായിപ്പോയി, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെത് പോയി എന്ന് വിചാരിച്ചില്ല. അവളുടെ ആ ടെൻഷൻ, അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞാൻ നീ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. ഇല്ലമ്മ ഇറങ്ങാൻ പറ്റത്തില്ല, ഇവിടെ ലൈനൊക്കെ മറിഞ്ഞു പോയി. അവൾക്ക് സംസാരിക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് ബഹളമായിപ്പോയി. കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ 10 ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാസർഗോഡ് കാളിമുഖ സ്വദേശി അബ്ദുൾ സാക്കിറിനെ പന്തീരാങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് പന്തീരങ്കാവ് പോലീസും ഡാൻസ് ഓഫും ചേർന്നാണ് ഓപ്പറേഷൻ തൂഫാൻ നടത്തിയത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ സാക്കിർ സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കളാണ് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. 400 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കാറിൽ കടത്താൻ ശ്രമിച്ചത്. ഏകദേശം 15,000-ലധികം പാക്കറ്റ് വരും. 10 ലക്ഷം രൂപ വരുന്ന ഹാൻസും കോളും 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. മൈസൂരിൽ നിന്നും കോഴിക്കോട് വഴി എറണാകുളത്തേക്ക് കടത്താനായിരുന്നു പദ്ധതി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. മാസത്തിൽ 10 തവണയെങ്കിലും ഇതുപോലെ പ്രതി ലഹരി വസ്തുക്കൾ കടത്താറുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.